അസ്സലാമു അലൈക്കും, കൈഫ് ഹാലുക്കും യാ ജമാഅ തമാം. ലഞ്ച് കഴിച്ചോ? ലഞ്ച് കഴിച്ചോ? നിങ്ങൾക്കൊരു അറബിയോട് ചോദിക്കണം. സാധാരണ ആൾക്കാർ ചോദിക്കാറുള്ള എന്താണ്? യാ സർ അക്കൽത്ത് കഥ, കറക്റ്റ് വാക്കാണിത്. അക്കല കഴിച്ചു, അക്കൽത്ത് താങ്കൾ കഴിച്ചു, അക്കൽത്ത് കഥ താങ്കൾ ലഞ്ച് കഴിച്ചുവോ? കറക്റ്റാണ്. പക്ഷെ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഗദ എന്ന വേർഡിനെ ഒരു ടെൻസിലേക്ക് മാറ്റിയിട്ട് തഗദ്ദൈത്ത് എന്ന് മാറ്റണം. എന്ത് പറയണം? തഗദ്ദൈത്ത്. അതാണ് ഇവിടെ ഉള്ളത്. തഗദ്ദൈത്ത് യാ സയ്യിദ് തഗദ്ദൈത്ത്. ഇവിടെ ഒരു പുള്ളിട്ട് കൊടുത്താൽ തഗദ്ദൈത്ത് എന്നാണ് ഫീഡിങ്, ഭക്ഷണം കൊടുക്കാന്ന് അർത്ഥം. അതിന് ഗദാഇ എന്നതാണെങ്കിലും ഗദ എന്നേ വരുള്ളൂ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഗദ എന്നാണ് സംസാര ഭാഷയിൽ ഉണ്ടാവുക. ഓക്കെ, നോക്കൂ, ഇത് ഇവിടെ ഗദ. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് ഗദ എന്നാണെങ്കിലും ഗദ എന്നാണ് ആളുകൾ പറയുക. അതിനനുസരിച്ചാണ് ഇവിടെ എഴുതിയത്. ഉഷിൽ ഗദ ഇൻദക്കും അല്ലിയോം ഫി ഗദ, ഗദ ഖലാസ് എന്നിങ്ങനെ ഗദ ഖലാസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ലഞ്ച് കഴിച്ചോ എങ്ങനെ ചോദിക്കണം? ലഞ്ച് കഴിച്ചോ എങ്ങനെ ചോദിക്കണം? തഗദ്ദൈത്ത് യാ സയ്യിദ് തഗദ്ദൈത്ത്. തഗദ്ദൈത്ത് ഞാൻ പറഞ്ഞു, പുള്ളിണ്ട് സംസാര ഭാഷയിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ ചോദിച്ചു, ഉത്തരം പറഞ്ഞു അന അക്കൽതു ഗദ എന്ന് ഒഴിവാക്കി അന തഗദ്ദൈത്ത് എന്ന് പറയാം. ക്ലിയർ ആണോ? അവിടെ ഗദ എന്ന ഗ എന്ന അക്ഷരത്തെ മറക്കാതെ വെക്കണേ. അന തഗദ്ദൈത്ത്, അൽഹംദുലില്ലാ തഗദ്ദൈത്ത്, അൽഹംദുലില്ലാ. ശബഅത്ത്, ശബഅത്ത് എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞു എന്നൊക്കെ പറയാം. ഓക്കെ, തഗദ്ദൈത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിലെ മെയിൻ പോയിന്റ്, നമ്മൾ സാധാരണ ആളുകൾ അന മാ അക്കൽതു ഗദ എന്നോ അക്കൽത്ത് ഗദ എന്നോ പറയുന്നത് ഫുഡ്, മെയിൻ ഫുഡ്സിനെ പറ്റി പറയുമ്പോൾ ഒഴിവാക്കി ഗദാഇൻ്റെ ടെൻസായ തഗദ്ദ എന്ന് ഉപയോഗിക്കലാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്കൊരാളോട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അറബി നമുക്ക് എന്താക്കുന്നു, ലഞ്ചിന് ക്ഷണിക്കുകയാണ്. എങ്ങനെ പറയാം? എന്താണ് പറയാ? വല്ലാഹി ഗദ അല്യോം. എന്താണ് ഒന്ന് വിടുന്നു നോക്കാം നമുക്ക്. എന്താണ് ലഞ്ച് ക്ഷണിക്കണം? ഇങ്ങനെ ഗദ മഅന അല്യോം യാ ഷേഖ് തക്ഫ. രണ്ട് രീതിയിൽ പറയാം. സർ, ഇന്ന് ലഞ്ച് നമുക്ക് ഒന്നിച്ചാക്കാം. ഗദ വിത്തസ്, ഗദ എന്ന് പറഞ്ഞാൽ ലഞ്ച്, മഅന വിത്തസ് നമ്മളെ കൂടെയാക്കാം, അല്യോം ഇന്ന്, യാ ഷേഖ് സാർ തക്ഫ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. നിങ്ങളൊരാളെ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ പ്ലീസ് അങ്ങനെ ആരും വിളിക്കുമോ? അവർ വരൂല്ല, നിങ്ങൾ വിളിക്കുകയും ചെയ്തോളൂ. ഒരു പേടിയും പേടിക്കണ്ട. വന്നാലും സന്തോഷമല്ലേ? അപ്പോൾ എന്താണ് സാധാരണ പറയുന്നത്? സാറേ ഗദ മഅന അല്യോം യാ ഷേഖ്. ഒന്ന്. രണ്ടാമത്തെ ഒരു രീതി തഗദ്ദ മഅന. രണ്ട് രീതിയിലും പറയാം. തഗദ്ദ മഅന യാ ഷേഖ്. തഗദ്ദ എന്നാണ് കറക്റ്റ്, പക്ഷേ തഗദ്ദ എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തായ അല്ലെ എൻ്റെ ബോസിനോട് എനിക്ക് പറയാം, സാറേ ഇന്ന് ലഞ്ച് നമുക്ക് ഒന്നിച്ചാക്കാം. തഗദ്ദ മഅന അല്യോം, അല്ലെങ്കിൽ ഗദ മഅന അല്യോം, ഇന്നത്തെ ലഞ്ച് നമുക്ക് കൂടെ ആക്കാം. ഇത് ലേഡീസിനോട് പറയുമ്പോഴും സ്ത്രീയോട് പുരുഷനോട് പറയുമ്പോഴൊക്കെ തഗദ്ദ എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ സാർ ഇന്ന് ലഞ്ച് നമുക്ക് ഒന്നിച്ചാക്കിയാലോ, ഇന്നത്തെ ഉച്ചയൂണ് നമുക്ക് ഒന്നിച്ചാക്കാം. നമ്മുടെ മലയാളികളുടെ കൾച്ചർ അനുസരിച്ച് ഉച്ചക്കൊരു സുഹൃത്തിനെ കണ്ട വിളിക്കണ്ടേ നമുക്ക്? സാറേ ഇന്ന് ഗദ മഅന അല്യോം, അതെല്ലാവർക്കും കിട്ടുന്ന വാക്കാം. ഇനി ടെൻസിലേക്ക് മാറിയാലോ? തഗദ്ദ മഅന അല്യോം. ഓക്കെ, തഗദ്ദ മഅന യാ ഷേഖ്. സാർ എന്ന അർത്ഥത്തിലാണ് ഷേഖ് എന്ന് പറയുന്നത്. കൂടെ പറയും, ഇന്ന് ഞങ്ങൾക്ക് സൂപ്പർ ബിരിയാണി ഉണ്ട് കേട്ടോ, ഇന്ന് ഞങ്ങൾക്ക് നല്ല ബിരിയാണി ഉണ്ട്. അല്യോം അൻദന ഗദ ബിരിയാണി, ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണിയാണ് ലഞ്ച്. അല്യോം അൻദന ഗദ ബിരിയാണി, സോറി, അല്യോം അൻദന ഗദ ബിരിയാണി, ഇന്ന് ഞങ്ങൾക്ക് ലഞ്ച് ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തഗദ്ദ മഅന അല്യോം. ഒരു ബാക്കിലേക്ക് ഞാൻ ഒന്നുകൂടി പോകാം നമുക്ക്. നിങ്ങൾ എന്താ ഇന്ന് കഴിച്ചത്? ഷിനു അക്കൽത്ത് അല്യോം, അല്ലെങ്കിൽ ഊഷ് അക്കൽത്ത് അല്യോം, നിങ്ങൾ എന്താ കഴിച്ചത്? അപ്പം പറഞ്ഞു, ഞാൻ സാദാ ചോറാണ് കഴിച്ചത്. സാദാ ചോറ് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. ഈ സാദാ എന്ന് പറയുന്ന സാധനം ലോകത്താകെ പറയുന്ന ഒന്നാണ്. ഇവിടെ ഇതാ സാദാ, ഇതിന് അറബിയോട് പറയാറുണ്ട്, പക്ഷെ ഒറിജിനൽ അറബിയൊന്നും നല്ലത്. അപ്പം എന്താണ്? വല്ലാൻ അക്കൽത്ത് അല്യോം ഗദ റൂസ് സാദ. റൂസ് എന്നല്ല അരി എന്നതിനും, പിന്നെ അതുപോലെ ചോറ് എന്നൊരു, ചോറ് എന്ന കള്ളെന്നാണ് ഹിന്ദിയിൽ. അപ്പോൾ റൂസ് എന്നാൽ ചോറിനും പറയും അരിക്കും പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് സാദാ ചോറാ കഴിച്ചിരിക്കുന്നത്. ഓക്കെ, ഷിനു അക്കൽത്ത് അല്യോം എന്ന്. ഓക്കെ, എന്തായാലും തഗദ്ദ മഅന അല്യോം. ജസാക്കല്ലാഹു ഖൈർ, ശുക്രൻ.